ജൂലൈ 16 ഗുരുവായൂർ ഞങ്ങൾ കളിക്കാൻ പോണത്. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില്. കൊട്ടും ഞാൻ കേട്ടില്ല, കൊഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നും പാടടി കാക്കറുമ്പി. മണിക്കട്ടിലും നല്ല പഞ്ഞണി തേർമത്തമ അഞ്ചന പർവിതം പോലെ മങ്ക കിടപ്പു കാണുന്നേ. ആയാലും കൂരായാലും ആശിച്ച ആണിന്റെ കൂടെയല്ലേ. നമസ്കാരം, കലാവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നടന ഭാരതി തിരുവാതിര സംഘം കാരമുക്കാണ്. അപ്പോ ഇവര് ഒരു കൂട്ടം അമ്മമാരാണ്. അമ്മമാരെന്ന് പറയുമ്പോൾ അടിപൊളി അമ്മമാരാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ നടന ഭാരതി എന്ന ഒരു തിരുവാതിര സംഘം ആരംഭിച്ചത്? എങ്ങനെയാണ് ഇത്രയധികം അമ്മമാരെ കിട്ടി? അതെങ്ങനെയായിരുന്നു തുടക്കം? അത് നമ്മൾ ഒരു ലേഡീസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വയസ്സായവരല്ല, അപ്പം എന്തെങ്കിലും ഒരു ഉച്ചതിരിയുമ്പോൾ ഒരു എക്സസൈസ് പോലുള്ള എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ വന്നു. അപ്പോൾ ശോഭയുടെ ഇത് കളിക്കുന്ന കൈക്കൊട്ടിക്കളി, ശോഭിക ഞങ്ങളുടെ ടീച്ചർ കൈക്കൊട്ടിക്കളി പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ക്ലാസിക്കൽ നൃത്തമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ കൂടാന്ന് വെച്ചിട്ട് വന്നു. അപ്പോൾ നമുക്ക് വൈകിട്ട് 6:30 തൊട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതിൻ്റെ ഇടയിലാണ് ഈ ഒരു അഭിപ്രായം കയറി വന്നത്, ഒരു കൈക്കൊട്ടിക്കളി ആയാലോ. അങ്ങനെ നമ്മൾ കൈക്കൊട്ടിക്കളി പഠിപ്പിച്ചു തന്നു. ഇത്രയും പ്രായമായിട്ട് അതിൽ ശോഭുവിനൊരു പ്രത്യേകത, ഇത്രയും പ്രായമായിട്ട് നമുക്ക് കളിക്കാനായിട്ട് അറിയില്ലാണ്ട് ഞങ്ങളെ പിന്മാറിയതാ. അപ്പോൾ ശോഭു പറഞ്ഞു, ആൻറ്റിമാർ കളിക്കി എല്ലാവരോടും. അങ്ങനെ ആളുടെ പ്രോത്സാഹനമാണ് നമുക്ക്. അത് ഭയങ്കരമായിട്ട് ആയി. നമ്മൾ പഠിച്ചു, തെറ്റിയാലും സാരില്ല, പറ്റും ആളെന്നെ നമുക്ക്. നമ്മൾ പഠിച്ചു. ആദ്യമായിട്ട് നമ്മളിവിടെ ഗുരുദേവന്റെ ദീപപ്രതിഷ്ഠ നടത്തിയ അമ്പലത്തിൽ കൈക്കൊട്ടിക്കളി കളിച്ചു. പിന്നെ നമ്മളൊരു തിരുവാതിരയാക്കിയത്. അപ്പോൾ പുത്രക്കോവിൽ തിരുവാതിര കളിച്ചു. പിന്നെ നമ്മൾ ഗുരുവായൂർ കളിക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുൾ ഹാപ്പി. പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. അമ്മമാരെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, കുഞ്ഞു ടീച്ചറാണ്. ടീച്ചറുടെ പേര് ശോഭിക. അപ്പൊ ഇവരെങ്ങനെയാണ് ടീച്ചർക്ക് കിട്ടിയത്? ഇങ്ങനെ ഇത് ആക്ച്വലി എന്റെ അടുത്തേക്ക് വന്നതാണ്. ഞങ്ങൾക്ക് എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞാ ശരി, ഇപ്പൊ നമുക്കറിയാം, ചെറുപ്പം മുതലേ അറിയണ അമ്മമാര് തന്നെയാണല്ലോ. അപ്പൊ അതെ തൊട്ടടുത്തുള്ളവരാ. അപ്പൊ അങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാൽ ശരി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എക്സസൈസ് ആയിട്ട് തുടങ്ങി. പിന്നെ അവർക്കൊരു ഒരു പാട്ട് വെച്ചിട്ട് അങ്ങനെ കളിക്കാം എന്നുള്ള രീതിക്ക്. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ കൈകുട്ടികളി പാട്ട് വെച്ചിട്ട് ആൽബം സോങ്സ്. അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പൊ പിന്നെ ഇവിടെ കളിക്കാം എന്നുള്ള രീതിക്ക് വന്നപ്പോ എല്ലാവരും പറഞ്ഞു വേണ്ട, പുറത്ത് കളിക്കാൻ പിന്നേക്ക് നിന്നു. അങ്ങനെ ഒരു ചാൻസ് ഞങ്ങളത് കളിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ വിഷു ആയപ്പോ ഞങ്ങൾ ഇവിടെ പ്രോഗ്രാം അപ്പൊ ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങിയായിരുന്നു. അപ്പൊ ഇല്ല, ഇപ്പൊ കഴിഞ്ഞ വിദ്യാരംഭോണത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന് നടന ഭാരതിന്റെ ഡാൻസ് ക്ലാസ്സിന്റെയും പിന്നെ ഇപ്പൊ പറഞ്ഞ അമ്പലം ഉണ്ടല്ലോ, സമാജം എന്നാണ് ഇവിടെ കാഷ്വൽ ആയിട്ട് പറയാം. അമ്പലത്തിലെ സമാജം കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ നാട്ടിലെ പിള്ളേരും എന്റെ ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരും ഒക്കെ കൂടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പൊ ഞാൻ എന്റെ അമ്മമാരെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി ചെയ്ത്. അപ്പൊ തിരുവാതിര കളിക്കാനുള്ള ഒരു ഗ്രേസ് ആ ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രാക്ടീസ് കൊടുത്താൽ കളിക്കാം, അല്ലാതെ നമുക്ക് ചുരുങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പൊ ആൽബം സോങ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ തിരുവാതിര കൈകൊട്ടികളി പോലെ നമ്മൾ അവിടെ സ്റ്റേജിൽ കളിച്ചു. ആദ്യമായിട്ട് കളിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ കളിച്ചിട്ട് പിന്നെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പൊ വീണ്ടും കളിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. പ്രാക്ടീസിനൊക്കെ കൃത്യമായിട്ട് വരും. അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ ഇപ്പൊ ജോലിക്ക് പോണവരല്ലാത്തവര് വീട്ടിലുള്ള അമ്മമാരുണ്ടല്ലോ, അവര് ഉച്ചയ്ക്ക് വന്നിട്ട് ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ അത് തിരുത്താനുള്ള എന്താ പറയാ, സാധാരണ ആൾക്കാര് നമ്മള് കറക്ഷൻ പറയുമ്പോ ഒരു ഇഷ്ടക്കേട് വരും, നമ്മളോട് ഒരു ദേഷ്യം വരും. ഇതങ്ങനെ ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും കറക്ഷൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത്
ഇപ്പൊ വീഡിയോ എടുത്ത് വെച്ചിട്ട് ആ അടുക്കളയിൽ പണിയെടുക്കുമ്പോ ആ വീഡിയോ ഓണാക്കി കാണാപാഠം പിടിച്ചിട്ട് വരെ കളിക്കുന്ന അമ്മമാരാണ്. അതുകൊണ്ട് തന്നെയാണ് കളി ഇത്രയും ഒരു ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ശരിക്കും അടിപൊളി കളികൾ വരെയാണ് ഇവര് കളിക്കണത്. മുട്ടുവേദന, തണ്ടല് വേദന, അങ്ങനെ ഹെൽത്ത് കൊണ്ട് എല്ലാ വക അസുഖങ്ങളും ഉള്ള അമ്മമാരാണ് കളിക്കാൻ ഇതുപോലെ കളിക്കുന്നത്. വേറെ എന്തെങ്കിലും ഇപ്പൊ യോഗയോ അല്ലെങ്കിൽ സൂംബ ഡാൻസോ അങ്ങനെ? സൂംബ ഡാൻസ് പോലെ എന്താ ഇപ്പൊ പാട്ട് വെച്ച് നമ്മൾ എക്സസൈസ് പോലെ ഇപ്പൊ നമ്മള് വീട്ടില് ചെയ്യണത് ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ കൂട്ടായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ചെയ്യുമ്പോ അതൊരു വേറെ ഫീൽ അല്ലേ. നമ്മൾ ചിരിയും ചിരി ഒരു എക്സസൈസ് അല്ലേ. ഈ അമ്മമാര് തന്നെ പരസ്പരം അറിയുന്ന അമ്മമാരാണ്. പിന്നെ എന്റെ പരിചയത്തിൽ വന്നവരുണ്ട്. ഇപ്പൊ എല്ലാവരും ഒരു ഫാമിലി പോലെ. അപ്പൊ ചിരിയും കളിയും എന്റർടൈൻമെന്റും എല്ലാതുമായിട്ട് എക്സസൈസും ആയിട്ടാണ് ഇപ്പൊ ഞങ്ങള് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാ പോണേ. അതെല്ലേ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി ദൂരെ നീലേ തളിരാർന്ന പൂവനങ്ങൾ. ഏകദേശം എത്ര വർഷമായി കാണും അമ്മമാരെ വെച്ചിട്ട് ഈ ഡാൻസുകളൊക്കെ തുടങ്ങിയിട്ട്? 2 വർഷത്തോളം. അല്ല, ഡാൻസ് പോലെ ഞങ്ങൾ ഇപ്പൊ വിഷുവിനാ തുടങ്ങിയത്. അതിന് മുമ്പ് ഇത് ഞങ്ങള് ഒരുമിച്ച് തുടങ്ങിയിട്ട് 2 കൊല്ലാവാറായിട്ടുണ്ട് ഏകദേശം. പിന്നെ അന്നോട്ടെ ഡാൻസ് ഞങ്ങളുടെ കൂട്ടെ ഉള്ളില് ഞങ്ങള് കളിക്കുന്നല്ലാതെ പുറമേക്ക് കളിച്ചു തുടങ്ങിയത് ഇപ്പൊ വിഷുവിനാണ് തുടങ്ങിയത്. ഞങ്ങള് മൊത്തം 16 പേരാണ്. ഇപ്പൊ ഇവിടെ 14 പേരാണുള്ളത്. 2 പേര് പോയി വീട്ടിക്ക് പോകേണ്ട തിരക്കുകൊണ്ട്. ഒരു ആന്റി പാട്ട് പാടിയത് നേരത്തെ, ജയ എന്നാണ് ആന്റിയുടെ പേര്. പിന്നെ അനിക എന്ന് പറഞ്ഞ കുട്ടി, അവള് ഇപ്പൊ +1 ബീനാന്റി പാട്ട് പാടണതാണ്. ഒരു ഭക്തിഗാനം പോലെ പാടാന്നാണ് പറയണേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എങ്ങുമെന്നിൽ തുണയായിരിക്കണം. അമ്മ ബിന്ദു ഹൗസ് വൈഫാണ്. വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യണില്ല. ഇത് സനിതേച്ചി ഓൺട്രപ്രണറാണ്. പിന്നെ ഇതെൻ്റെ ചേച്ചിയാണ്, ഡയാലിസിസ് ടെക്നീഷ്യനാണ്. ദുബൈയിലായിരുന്നു, ഇപ്പോൾ റിസൈൻ വെച്ച് ഇപ്പോൾ വേറെ കൺട്രിയിലേക്ക് നോക്കും. ഹിമ ചേച്ചി ഹൗസ് വൈഫാണ്, ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. ബീനാൻറ്റി ഹൗസ് വൈഫാണ്, ടൈലറിംഗ് ആണ്. ലതാൻറ്റി ഹൗസ് വൈഫാണ്. പിന്നെ ഉഷാൻറ്റി LIC ഏജൻ്റാണ്. പിന്നെ ഉണ്ണിമായ പഠിക്കുകയാണ്, ഫാഷൻ ഡിസൈനിങ്. പിന്നെ ധന്യ ചേച്ചി ഹൗസ് വൈഫാണ്. കാർത്തികേച്ചി ഹൗസ് വൈഫാണ്, നമ്മുടെ മിലിറ്ററിയിലാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. മല്ലിക ഹൗസ് വൈഫാണ്. ഷീല ടൈലറാണ്. പിന്നെ ശ്രുതി ചേച്ചി വർക്ക് ചെയ്യേണ്ട അക്കൗണ്ടൻ്റ് ആയിട്ട്. സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ജൂലൈ 16 ഗുരുവായൂർ ഞങ്ങൾ കളിക്കാൻ പോണത്, ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. അതുകൂടാതെ തന്നെ ഞങ്ങൾ ഓണത്തിനായിട്ടുള്ള വെറൈറ്റികളും ഒരുപാട് നല്ല നല്ല പുതിയ പാട്ടുകളും പഠിച്ചിട്ടുമുണ്ട്, ഇനി പഠിച്ചുകൊണ്ടിരിക്കണമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനിയും പുതുമകൾ ആയിട്ട് വരും അല്ലേ, വരും. മണി കട്ടിലും നല്ല പഞ്ഞണി തേർമെത്തമ അഞ്ചന പർവിതം പോലെ മങ്ക കിടപ്പു കാണുന്നേ.